ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് നാളുകളായി നമ്മൾ വീഡിയോകളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷോർട്സുകളെല്ലാം കൃത്യമായിട്ട് ഇടുന്നുണ്ട്. അതിലൂടെ നമ്മുടെ ചെറിയ ഓർക്കിഡ് വെറൈറ്റീസിനെയും മറ്റുള്ള പ്ലാന്റ്സും ലോട്ടസിനെയും എല്ലാം നിങ്ങൾ പരിചയപ്പെട്ട് കാണുമല്ലോ. കഠിനമായ ചൂടിൽ നിന്നെല്ലാം അതിന് കൃത്യമായ വെള്ളവും വളവും എല്ലാം കൊടുത്ത് നമ്മൾ സംരക്ഷിക്കുന്നത് കൊണ്ട് നിറയെ ഫ്ലവേഴ്സ് തരുന്നുണ്ട്. ഫ്ലവറിനൊന്നും കുറവൊന്നുമില്ല. ജലക്ഷാമം ഇനിയും രൂക്ഷമാകാതിരുന്നാൽ നമ്മുടെ ചെടികളെല്ലാം ഇതുപോലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്പൈഡർ ഓർക്കിഡിനെയാണ്. ഈ സ്പൈഡർ ഓർക്കിഡിനെ സ്കോർപിയോൺ ഓർക്കിഡും എന്നും പറയാറുണ്ട്. അതുപോലെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമായിട്ട് പറയുന്നത് അരാക്കിൻസ് എന്നാണ്. ഈ സ്പൈഡർ ഓർക്കിഡ് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ്. ഒരു ചെറിയ തണ്ടാണ് എനിക്കന്ന് അവിടെ നിന്നും കിട്ടിയത്. ആ തണ്ടിനെ കൊണ്ടുവന്ന് ഞാൻ കൃത്യമായിട്ട് പ്ലാന്റ് ചെയ്തു. നട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും അതിനകത്ത് ചെറിയൊരു സ്പൈക്ക് വരും, 1-2 ഫ്ലവർ കിട്ടും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വളർച്ചയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അതിനകത്ത് പൂക്കൾ വരുന്നത് കുറവായിരുന്നു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് അവസാനം അതിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ഇതിനെ മാറ്റിയിട്ട് നോക്കി. എന്നിട്ടൊന്നും ഇതിനകത്ത് നന്നായിട്ട് ഫ്ലവർ കിട്ടുന്നില്ല. അവസാന പരീക്ഷണം എന്ന നിലയ്ക്കാണ് കിണറ്റിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി നോക്കിയത്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ വളപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ വെള്ളവും ഒരു നേരമാണ് സാധാരണ ചെടികൾ നനയ്ക്കുന്നത് പോലെ ഈ ഓർക്കിഡിനും കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു നേരമേ ഞാൻ നനയ്ക്കാറുള്ളൂ. അതും വൈകുന്നേരങ്ങളാണ് കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നനച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അതിനകത്തൊരു മാറ്റമുണ്ടായത്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം അതിനെ മാറ്റിയിട്ട് പരീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന കിണറ്റിൻ്റെ ആ ഇതിലേക്ക് മാറ്റിയിട്ടപ്പോൾ അതിന് കൃത്യമായിട്ട് നല്ല സ്പൈക്കുകളും വരാൻ തുടങ്ങി. നമുക്ക് അത്ഭുതകരമായൊരു മാറ്റമായിരുന്നു ആ സ്പൈഡർ ഓർക്കിഡിലും ഉണ്ടായത്. അതിൽ ശരിക്ക് എല്ലാ തണ്ടുകളിലും ഓരോ തണ്ടിലും തന്നെ ഒരുപാട് സ്പൈക്കുകളുണ്ടായി. ഒരു ചെറിയ പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിൽ സഹിതം ശരിക്ക് സ്പൈക്കുകൾ വന്നു. അങ്ങനെ നമ്മൾ വെയിറ്റിങ്ങിലായിരുന്നു ഇതിൻ്റെ ഫ്ലവർ ഒന്ന് കാണാനായിട്ടും. ഫ്ലവർ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാലും ഒരുപാട് സ്പൈക്കുകൾ വന്ന് നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഇതിൻ്റെ ആ ഫ്ലവർ വിരിഞ്ഞ് കാണാനുള്ള ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ തീർത്തും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഫ്ലവറെല്ലാം ഓരോന്നായിട്ടാണ് വിരിയുന്നത്. വിരിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളറിന് ലേശം ചേഞ്ച് ഉണ്ടാവും. ഭയങ്കരമായ വെയിലല്ലേ അപ്പോൾ അതിന് കുറച്ച് കളർ ചേഞ്ചൊക്കെ വരുന്നുണ്ട്. എന്നാലും ആ സ്പൈഡർ ഓർക്കിഡിൻ്റെ ആ ഡിസൈനൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അല്ലെങ്കിലും ഓർക്കിഡ് ഫ്ലവറുകൾ വളരെ നല്ലതാണല്ലോ കാണാനായിട്ട്. ഓർക്കിഡ് നമുക്ക് കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ പലപ്പോഴുള്ള ഷോട്ടുകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചെറിയ പ്ലാന്റുകൾ മേടിച്ച് നട്ടാണ് ഞാൻ ഓർക്കിഡ് പരീക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ധൈര്യമായി നന്നായിട്ട് ഓർക്കിഡ് നടാനായിട്ടും അതിൽ ഫ്ലവർ വരുന്നതും എല്ലാം കൃത്യമായിട്ട് നമുക്കറിയാം. അതുപോലെ വാൻഡ, മുക്കാറ ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ കുറച്ച് പെൻസിൽ വാൻഡയുണ്ട്. എല്ലാത്തിൻ്റെയും കുറച്ച് കളക്ഷൻസ് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഈ സ്പൈഡർ ഓർക്കിഡ് നിറയെ പൂത്ത് കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഈ സ്പൈഡർ ഓർക്കിഡ് നട്ട് പരീക്ഷിക്കാവുന്നതാണ്. ഒരു ചെറിയ തണ്ട് മതി. ചെറിയ തണ്ട് നട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓർക്കിഡ് ഫ്ലവറുകൾ മറ്റുള്ളവയെ പോലെ നമുക്ക് ഓർക്കിഡ് ചെടികൾ നട്ട് പിടിപ്പിച്ച് പെട്ടെന്ന് പൂവ് കാണാൻ പറ്റില്ല. കുറച്ച് വെയിറ്റ് ചെയ്താൽ വളരെ മനോഹരമായ പൂക്കൾ നമുക്ക് ഓർക്കിഡുകൾ സമ്മാനിക്കും. ചെറിയ കട്ടിങ്സ് മതി. ഓരോരോ കട്ടിങ്സ് വെച്ച് നമുക്ക് പിടിപ്പിക്കാം. പിന്നെ ഇതിന് കുറച്ച് നന്നായിട്ട് പടർന്ന് കയറാൻ പറ്റിയ ഒരു സ്പേസ് കുറച്ചുകൂടി നന്നായിട്ട് കൊടുത്താൽ ഇത് നല്ല ഫ്ലവറുകൾ തരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയുള്ള വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഇനിയും ഇതുപോലെ മനോഹരങ്ങളായ വീഡിയോകളുമായി നമുക്ക് തുടർന്നും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.